ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. 23-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ഈശോ സ്നേഹത്തോടെ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് കുറ്റമില്ലാതെ ആയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം എപ്പോഴും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തിൻ്റെ വിളക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, അത് തെളിഞ്ഞിരിക്കണം. വിളക്ക് അണഞ്ഞു പോയിട്ട് പിന്നെ വിളക്കൊണ്ട് വലിയ കാര്യമില്ല. അപ്പം കണ്ണ് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അറിയാം സന്തോഷമുള്ള ജീവിതമാണോ, അതോ തളർന്നിരിക്കുന്ന ജീവിതമാണോ, അല്ലെങ്കിൽ പാപത്തിൽ കഴിയുന്ന ജീവിതമാണോ. കണ്ണിലേക്ക് നോക്കിയാൽ അറിയാം ഏകദേശം ആ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കണ്ണ് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവമാണ്. കണ്ണുകളിലൂടെ നമുക്ക് വികാര വിചാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റും, വായിച്ചറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒന്നും ശബ്ദിച്ചില്ലെങ്കിൽ പോലും കാഴ്ച കൊണ്ട് പലതും നമുക്ക് തിരിച്ചറിയാം. കാണുന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനം. സത്യമല്ലേ? നമ്മൾ കാണുന്ന കാഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുക. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. 46-ാമത്തെ വചനം മുതൽ. ബർത്തിമേയൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈശോ ജെറിക്കോ വിട്ടു പോകുന്ന വഴിയിൽ അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അന്ധയാചകൻ, ബർത്തിമേയൂസ് എന്ന പേരിൽ, ഇവൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈശോ പോകുന്നത് കേട്ടപ്പോൾ, ഈശോ ആണ് പോകുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്: ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഉറക്കെ നിലവിളിക്കുകയാണ്. ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വന്നിട്ട് പറഞ്ഞു: പതുക്കെ പറയും, ഒച്ചയുണ്ടാക്കല്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഇവനതൊന്നും വിഷയമാക്കിയില്ല. എങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ടും ഇവനത് വിഷയമല്ല. കാരണം ഇവന് കണ്ണിന് കാഴ്ചയില്ല. ഇവന് കാഴ്ച എങ്ങനെയെങ്കിലും കിട്ടണം. ഈശോയ്ക്ക് അതിന് കഴിയുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ആരുടെ എതിർപ്പും വകവെച്ചില്ല. ഉറക്കം നിലവിളിക്കുകയാണ്: ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആരും ഇങ്ങനെയൊന്നും അഭിസംബോധന അതുവരെയും ചെയ്തിട്ടില്ല. നമ്മുടെ ബർത്തിമേയൂസിന് എവിടെ നിന്ന് കിട്ടി ഇത്രയും ജ്ഞാനം? വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്: ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. കർത്താവ് അടുത്തേക്ക് വിളിച്ചു. ബർത്തിമേയൂസിനോട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു: ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഉടനെ പറഞ്ഞു: എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. കാഴ്ച കൊടുത്തു. സന്തോഷമായി. ബർത്തിമേയൂസ് ഉടനെ ചെയ്തൊരു കാര്യം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തൊട്ടടുത്ത വചനത്തിൽ കാണുന്നു: അവൻ യേശുവിനെ അനുഗമിച്ചു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. കാഴ്ച കിട്ടുന്ന സമയം തന്നെ അവൻ യേശുവിനെ അനുഗമിക്കുകയാണ്. അവൻ യേശുവിനെ പിന്തുടരാൻ മനസ്സ് കാണിക്കുകയാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം പ്രകാശിക്കും. പ്രിയമുള്ളവരെ, കണ്ണുകൾക്ക് കാഴ്ചശക്തി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഈ കാഴ്ചശക്തി എപ്പോഴും പരിശുദ്ധമായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. എന്തിനാണെന്നറിയോ? കർത്താവിനെ അനുഗമിക്കാൻ. ബർത്തിമേയൂസ് കർത്താവിനെ അനുഗമിച്ച പോലെ എല്ലായ്പ്പോഴും കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ ഈ കാഴ്ചശക്തി അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് നുകർന്നെടുക്കാൻ കഴിയണം. എല്ലായ്പ്പോഴും കഴിയണം. കണ്ണുകൾ എപ്പോഴും പരിശുദ്ധമായി, നിഷ്കളങ്കമായി, വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. നിങ്ങൾ എല്ലാ കാര്യത്തിലും, ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, നമുക്കറിയാം. ഈ ആലയമായ ശരീരത്തെ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്, വലിയ കടമയാണ്. നമുക്കറിയാലോ സൂസന്നയുടെ ജീവിതാനുഭവം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. സൂസന്ന നല്ല മിടുക്കിയാണ്, വിശുദ്ധയാണ്. എന്ന് പറഞ്ഞാൽ അവൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മോളാണ്. പാപത്തിൻ്റെ ഒരു വഴിയും അവൾ നേടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാർഗത്തിലേക്ക് അവൾ പോയിട്ടില്ല. വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു സഹോദരിയാണ് സൂസന്ന. അവൾ മിക്ക ദിവസവും ഭർത്താവിൻ്റെ തോട്ടത്തിൽ ഉലാത്താൻ പോകുമായിരുന്നു. അതൊരു ദിനചര്യ പോലെ അങ്ങ് ചെയ്യുന്നൊരു കാര്യം. ഇത് 2 ശ്രേഷ്ഠന്മാർ അത് നോക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അറിഞ്ഞില്ല പരസ്പരം. എങ്കിലും ഇവരുടെ 2 പേരുടെയും കണ്ണുകൾ ഈ സൂസന്നയുടെ മേലുണ്ടായിരുന്നു. ഈ കാഴ്ച അവർ 2 പേരെയും അന്ധരാക്കുകയാണ്. സത്യത്തിൽ അവരുടെ ധാർമ്മികമായിട്ടുള്ള വശങ്ങളൊക്കെ മറക്കാൻ, അല്ലെങ്കിൽ ദൈവവിചാരമൊക്കെ നഷ്ടപ്പെടാൻ ഈ ഒരൊറ്റ കാഴ്ച അവസരമൊരുക്കുകയാണ്.
രണ്ടുപേരും ഒടുവിൽ പരസ്പരം മനസ്സിലായി. രണ്ടുപേർക്കും സൂസന്നയോട് ഇഷ്ടമാണ്, അഭിലാഷമാണ്, ആസക്തിയാണ്. അങ്ങനെ സൂസന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു നല്ല അവസരം വന്നപ്പോൾ സൂസന്ന അതിൽ വീണ് കൊടുക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഒടുവിൽ എല്ലാവരും സൂസന്നെ തെറ്റുകാരി എന്ന് മുദ്ര കുത്തിയിട്ട് മരണശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ആ സമയത്ത് ദാനിയേൽ അവിടെ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. ദാനിയേലിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു നിറഞ്ഞ് ദാനിയേൽ ഇവരെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരെയും വിചാരണ നടത്തുകയാണ്. രണ്ടുപേരോടും ചോദിച്ചു, എവിടെ വെച്ചിട്ടാ സൂസന്ന പാപം ചെയ്യുന്നത് കണ്ടത്? ഒരാൾ പറഞ്ഞു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. അടുത്ത ആൾ പറഞ്ഞു കരയാമ്പൂ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. രണ്ടുപേരും രണ്ട് മരത്തിൻ്റെ പേരാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മനസ്സിലായി ഇത് വലിയ ചതിയാണ്, വഞ്ചനയാണ്. ഇത്രയും വലിയ ഒരു ദുരന്തം ഈ സഹോദരന്മാർ രണ്ടുപേരും ഏറ്റുവാങ്ങി. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാലോ. രണ്ടുപേരും മരണത്തിന് വിധിക്കപ്പെടുകയാണ്, മരണശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. കാഴ്ചയായിരുന്നു അവരെ വലിയ തിന്മയിലേക്ക് നയിച്ചത്. നമ്മുടെ കണ്ണുകൾ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കും. നന്മയിലേക്കും തിന്മയിലേക്കും എപ്പോഴും തുറന്നിരിക്കുന്നതാണ് കണ്ണുകൾ. നന്മയെ പുൽകാനും തിന്മയെ വെറുക്കാനും നമുക്ക് ശക്തിയുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ നമ്മുടെ അവസാനവും ഈ ശ്രേഷ്ഠന്മാർക്കൊക്കെ സംഭവിച്ചത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കണ്ണുകളെ എപ്പോഴും പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. ആദവും ഹവ്വയും ഓർത്തു നോക്കിയേ. ഹവ്വ കർത്താവ് പറഞ്ഞു ഈ പഴം പറിച്ചേക്കല്ല്, അത് തിന്നേക്കല്ല്. ആദ്യമൊക്കെ അത് പ്രശ്നമില്ല. പിന്നെയൊക്കെ ഒന്നും കൂടെ നോക്കാൻ പോയി, ഒന്നും കൂടെ കാണാൻ പോയി. ഒന്നുകൂടെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് അത് കൗതുകകരമാണെന്ന് തോന്നി, ആസ്വാദികരമാണെന്ന് തോന്നി. അത് പറിച്ചു തിന്നു. ഭർത്താവിനെയും പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ കുടുംബം മുഴുവൻ പാപത്തിലേക്ക് പോവാൻ. ഒരാളുടെ കണ്ണിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടാൽ, കുടുംബത്തിലെ ഒരാളുടെ കണ്ണിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടാൽ, അരുതാത്തത് കാണാൻ പോയാൽ, കാണാൻ പാടില്ലാത്തത് പിന്നെയും കണ്ടുകൊണ്ടിരുന്നാൽ കുടുംബം മുഴുവൻ പാപത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. കുടുംബം മുഴുവൻ ദൈവ അനുഭവത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങളുടെ ഇടവകയിൽ വലിയ തിരുനാളാഘോഷം വരികയാണ്. ഇടവക ദേവാലയത്തിനോട് അടുത്താണ് ഇവരുടെ വീട്. ഈ തിരുനാൾ വരികയാണല്ലോ എന്ന് ഓർത്തിട്ട് വലിയൊരു അസ്വസ്ഥതയാണ് മനസ്സിൽ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം, എന്തിനാണ് നീ അസ്വസ്ഥപ്പെടുന്നത്? ഉടനെ പറഞ്ഞു, എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ മാതാപിതാക്കളും ഭർത്താവിൻ്റെ സഹോദരങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്, വലിയ വീടാണ്, ഒരുമിച്ചാണ് ഞങ്ങൾ കഴിയുക. കുറേ നാൾ മുൻപ് വരെയും ഭർത്താവിൻ്റെ അപ്പച്ചനും സഹോദരന്മാരും ഭർത്താവും ഒക്കെ അല്പമൊക്കെ മദ്യപിക്കുമായിരുന്നു. ഇങ്ങനെ വല്ല ഫങ്ഷൻസൊക്കെ വരുമ്പം, പെരുന്നാൾ, കല്യാണം, മോദിസ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ മദ്യപിക്കും. അന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മ മദ്യം അവർക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്, ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ നോക്കിയിരിക്കും. അവരെ ഇങ്ങനെ ചുമ്മാ, അമ്മ അന്ന് കഴിക്കുകയല്ല, അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പിന്നീട് ഈ ഭർത്താവിൻ്റെ അപ്പച്ചനും സഹോദരന്മാരും ഭർത്താവും ഒക്കെ ധ്യാനം കൂടി അവരൊക്കെ മദ്യപാനം നിർത്തി. വല്ലപ്പോഴാണെങ്കിൽ പോലും അതൊക്കെ അങ്ങ് നിർത്തി, കംപ്ലീറ്റ് നിർത്തി. പക്ഷേ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുള്ളത്, തിരുനാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം വീട്ടിൽ വന്നാൽ ഭർത്താവിൻ്റെ അമ്മ വലിയ വിധത്തിൽ നിർബന്ധിക്കും മദ്യം വാങ്ങണമെന്ന്. ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ മദ്യം കിട്ടാതെ ഒരു ഫംഗ്ഷൻ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയെ ഓർക്കുമ്പോഴേ എനിക്ക് ഭയം, ഭർത്താവിനെയോ അപ്പച്ചനെയോ ഓർക്കുമ്പോഴല്ല ഭയം. ഈ അമ്മ മദ്യം വാങ്ങണമെന്ന് നിർബന്ധമാണ്. മദ്യം കഴിച്ചാൽ പിന്നെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു അസ്വസ്ഥതകളും ഉണ്ടാവും. അതൊരു ആർക്കും മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം വീട്ടിൽ വരികയാണല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനാണ്, വല്ലാത്തൊരു അസ്വസ്ഥതയാണ് മനസ്സിൽ. മകൾക്ക് ധൈര്യമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു വിട്ടു. ഈ അമ്മ പ്രാർത്ഥിക്കാൻ വന്നതുമില്ല. അമ്മയെ കണ്ടാലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓർക്കുന്നു, പ്രിയമുള്ള സഹോദരങ്ങൾ, എത്രയോ ജീവിതങ്ങളിൽ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക, ആവശ്യമില്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുക, ആവശ്യമില്ലാത്തതിലേക്ക് ശ്രദ്ധ മാറിപ്പോവുക. എത്രയോ രീതികളിൽ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. എത്രയോ സമയങ്ങളിൽ നമ്മൾ അറിയാതെ പിന്നെയും കണ്ടുകൊണ്ട് പോണത്. എത്രയോ സഹോദരങ്ങൾ വന്നിട്ട് പറയുന്നു, സിസ്റ്ററെ, സ്വന്തം സഹോദരനെ പോലെ കാണാൻ പറ്റുന്നില്ല, സ്വന്തം സഹോദരിയെ പോലെ കാണാൻ പറ്റുന്നില്ല. എന്തിന്, ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ പോലും ചീത്ത ചിന്തകൾ വരുന്നു. എത്ര പേരാ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ പോലും ചീത്ത ചിന്തകൾ മനസ്സിലേക്ക് വരികയാണ്. കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പോലും കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ചിലരെ കണ്ടിട്ടില്ലേ, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കണ്ണടക്കുകയല്ല, അവർ കണ്ണടയ്ക്കാൻ പറ്റുകയില്ല, കണ്ണടച്ച പേടിയാവുന്നാ പറയുക. കണ്ണടച്ചാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ, ചിത്രങ്ങൾ കണ്ണിലേക്ക് വരുന്നാ പറയുക. എത്ര പേര് അങ്ങനെ പറയുന്നു? പ്രിയമുള്ള സഹോദരങ്ങളെ, കണ്ണുകൾ അത് ശരീരത്തിൻ്റെ വിളക്കാണ്.
നിന്റെ ശരീരം പരിശുദ്ധമാണെങ്കിൽ, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ കണ്ണുകളെ പരിശുദ്ധമായിട്ട് നീ കാത്തു സൂക്ഷിക്കും. ഒരിക്കലും കാണാൻ പാടില്ലാത്തിടത്തേക്ക് നിന്റെ കണ്ണുകൾ പോകുകയല്ല. പിന്നെയും പിന്നെയും കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അത് വേണ്ട എന്ന് വെക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കൃപയിൽ തന്നെയാണ്. ദാവീദ് രാജാവിന് പറ്റിയ അപകടം ഓർക്കുന്നില്ലേ? ദാവീദ് രാജാവിന് ആ വലിയ രാജസ്ഥാനവും പിന്നെന്താണ് ആ വലിയ അഭിഷേകമൊക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം എന്തായിരുന്നു? ഒറ്റ കാഴ്ചയായിരുന്നു. ആവശ്യമില്ലാത്തത് കാണാൻ പോയാൽ നമ്മൾ പോലും അറിയാതെ ഇരുമ്പ് വെള്ളത്തിൽ താഴുന്നത് നമ്മൾ അറിയുമോ? അങ്ങ് താഴെ എത്തുമ്പോഴേ അറിയത്തുള്ളൂ, ഓ ഇതിവിടെ എത്തിയോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വളരെ സാവകാശത്തിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അങ്ങ് താഴെ എത്തി, കൃപയുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ദൂരേക്ക് മാറിപ്പോയി, കൃപയൊക്കെ ചോർന്നു പോയി, കൃപയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, കണ്ണുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണുകൾ എപ്പോഴും ആവശ്യമുള്ളിടത്തേക്ക് നോക്കാവൂ, ആവശ്യമുള്ളതേ കാണാവൂ, അരുതാത്തത് കാണിക്കല്ലേ എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് പണ്ട് പ്രായമുള്ള മാതാപിതാക്കളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഓർമ്മയില്ലേ? ഇന്നത്തെ ദിവസം അരുതാത്തത് കാണാൻ എൻ്റെ കണ്ണുകളെ അനുവദിക്കരുതേ കർത്താവേന്ന് പ്രായമുള്ള മാതാപിതാക്കളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മളും സ്വന്തമാക്കുന്നത് നല്ലതാണ്. കർത്താവേ, ആവശ്യമുള്ളത് മാത്രം ഇന്ന് കണ്ടാൽ മതി, ആവശ്യമുള്ളവരെ മാത്രം, നീ ഇഷ്ടപ്പെടുന്നവരെ മാത്രം, നിനക്ക് ഞാൻ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നവരെ മാത്രം ഇന്ന് കണ്ടാൽ മതി. എൻ്റെ കണ്ണുകൾ എപ്പോഴും പരിശുദ്ധമായിരിക്കട്ടെ, എൻ്റെ കണ്ണുകൾ എപ്പോഴും നിർമ്മലമായിരിക്കട്ടെ. കണ്ണുകൾ പ്രകാശിക്കുന്നുവെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമാണ്. ശരീരം മുഴുവൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാലോ, എമ്മാവൂസിലേക്ക് ഈശോ പോവാണ്. എമ്മാവൂസിലേക്ക് ഉത്ഥാനം ചെയ്ത ഈശോ പോകുമ്പോൾ ശിഷ്യന്മാർ കൂടെയുണ്ട്. കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇത് ഈശോ ആണെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ഈശോ കൂടെ നടന്നിട്ട് പോലും അവരുടെ കണ്ണ് തുറന്നിട്ടുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, എന്നിട്ട് പോലും അത് ഈശോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൂടെ നടന്ന് സംസാരിച്ച് കിലോമീറ്ററുകൾ നടക്കുകയാണ്. ഒടുവിൽ ഈശോ അപ്പം മുറിച്ച് കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി കിട്ടിയത്. ഇത് ഈശോ ആണെന്ന് തിരിച്ചറിഞ്ഞത് അപ്പം മുറിച്ച് കൊടുത്തപ്പോഴാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും, ഒരു സംശയവും ഇല്ല കേട്ടോ. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നീ എപ്പോഴൊക്കെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ തിരുമുൻപിൽ അണയുന്നുവോ ആ സമയം നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടും. ആ സമയം നിൻ്റെ കണ്ണുകളിലെ അശുദ്ധി മുഴുവൻ നീങ്ങിപ്പോവും. വിശുദ്ധ പാദ്രേ പിയോ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? വിശുദ്ധൻ ബലിയർപ്പിക്കാൻ വന്നു നിൽക്കുമ്പോൾ മണിക്കൂറുകളാണ് ബലിയർപ്പണത്തിന്, മണിക്കൂറുകൾ. എത്ര സമയം ബലിയർപ്പിച്ചാലും തീരുകയില്ല. ഒരിക്കൽ പാദ്രേ പിയോട് ഇങ്ങനെ ചോദിച്ചു, എന്തേ ഇത്രയധികം സമയമെടുക്കുന്നത് വിശുദ്ധ ബലിയർപ്പിക്കാൻ? ഉടനെ എന്താ പറഞ്ഞതെന്നറിയോ? ബലിയർപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ മുഴുവൻ മനസ്സിലേക്ക് വരികയാണ്. എൻ്റെ കണ്ണുകൊണ്ട് പിന്നെ കാണുന്നത് ഈശോ കുരിശിൽ കിടക്കുന്നതും, ഈശോ അതിനു മുൻപ് കുരിശുമായിട്ട് വീഴുന്നതും, ഈശോയെ അടിക്കുന്നതും, ഈശോ സഹിക്കുന്ന സഹനങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ അങ്ങ് പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. പാദ്രേ പിയോ പലപ്പോഴും ബലി അർപ്പിക്കുന്ന സമയത്ത് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുക്കുമായിരുന്നു. കണ്ണുനീരിങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ആരും വഴക്ക് പറഞ്ഞിട്ടല്ല, ആരും മാറ്റി നിർത്തിയത് കൊണ്ടല്ല, ആരും ശിക്ഷിച്ചിട്ടുള്ളത് കൊണ്ടല്ല, മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ല പാദ്രേ പിയോ വിശുദ്ധ ബലിയുടെ സമയത്ത് കരഞ്ഞിട്ടുള്ളത്. ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. നമ്മുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം, ഇരുട്ട് മുഴുവൻ മാറിപ്പോവാൻ കർത്താവിനെ മുഖാഭിമുഖം കാണാനുള്ള വലിയ ഭാഗ്യമാണ് ഓരോ വിശുദ്ധ ബലിയുടെ സമയത്തും നമുക്ക് ലഭിക്കുക. സങ്കീർത്തനങ്ങളിൽ 34-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നില്ലേ? അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സഹോദരങ്ങളിൽ ഈശോയെ കാണാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിയിലും മക്കളിലും മാതാപിതാക്കളിലും സഹോദരങ്ങളിലും സഹപ്രവർത്തകരിലുമൊക്കെ ഈശോയെ കാണാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നിൻ്റെ ജീവിതം പ്രകാശമുള്ളതാണ്. നിൻ്റെ ജീവിതം പ്രകാശമുള്ളത്. മോശയുടെ ജീവിതം ഓർത്തു നോക്കിയേ. മോശ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അവർക്ക് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ഭയം. കാരണം അത്രയും പ്രകാശം മുഖത്തുനിന്ന് വരികയാണ്, അത്രയും പ്രകാശം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ കാണുന്ന കണ്ണുകൾ ആ ശരീരം മുഴുവൻ, ആ ജീവിതം മുഴുവൻ പ്രകാശമുള്ളതായിരിക്കും. ആ ജീവിതത്തിൽ എപ്പോഴും പ്രകാശം തന്നെ, മറ്റുള്ളവർക്ക് പ്രകാശം മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായി മാറും. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി
എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു. അവരുടെ സഹോദരിയുടെ അപ്പച്ചൻ ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ള ഒരു അപ്പച്ചനാണ്. പ്രമേഹ രോഗമുണ്ട്, ഹൃദയത്തിൽ പ്രശ്നങ്ങളുണ്ട്, അറ്റാക്കൊക്കെ വന്നു, ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞു. പിന്നെ എപ്പോഴോ വീണിട്ട് കാലൊടിഞ്ഞിട്ട് കാലിൽ സ്റ്റീലിൻ്റെ റോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് മരുന്ന് എല്ലാ നേരവും കഴിക്കുന്നൊരു വ്യക്തിയാണ്. 76 വയസ്സ് കാണും ഈ അപ്പച്ചന്. ഈ സഹോദരി പറയാൻ, സിസ്റ്ററെ, എൻ്റെ അപ്പച്ചൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മുഴുവൻ നേരവും കർത്താവിൻ്റെ കണ്ണുകളിലേക്ക്, ഒരു ഫോട്ടോ ഉണ്ട് ഈശോയുടെ, ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്ന കാണാം. വേറെ ഒന്നും പ്രാർത്ഥനകളൊന്നും അധികം ചെല്ലാൻ ചിലപ്പോഴൊക്കെ പറ്റാതെ പോയാലും ക്ഷീണം വന്നാലും കർത്താവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്ന കാണാം. തന്നെയല്ല, ജപമാലയൊക്കെ ചൊല്ലുന്ന സമയത്ത് കാലിൽ സ്റ്റീലിൻ്റെ റോഡൊക്കെ ഇട്ടിട്ടുള്ള കാലാണെങ്കിൽ പോലും ആരോഗ്യം വളരെ കുറവാണെങ്കിലും, പ്രമേഹമൊക്കെ ചില സമയങ്ങളിലൊക്കെ 500 വരെ എത്തുന്നതാണ് പറയണത്. അത്രയും വേരിയേഷനൊക്കെ വരുന്നുണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും ഈ അപ്പച്ചൻ എന്നും മുട്ടയിൽ നിന്ന് കൈ രണ്ടും വിരിച്ചു പിടിച്ച് ത്യാഗത്തോടെ ജപമാലയുടെ രഹസ്യങ്ങൾ ചൊല്ലും. ഈ മകൾ പറയുക, അപ്പച്ചൻ്റെ ആ ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കിയുള്ള ഇരിപ്പ്, മറ്റാരെയും ശ്രദ്ധിക്കാതെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിലനിന്നിട്ട് ആ ഒരൊറ്റ നോട്ടവും ആ പ്രാർത്ഥനയും, അതുമാത്രമാണ് മക്കളായ ഞങ്ങൾക്ക് എന്നും ഫലമായിട്ട് തീരാറുള്ളത്. മക്കളായ ഞങ്ങൾക്ക് എന്നും ഒരു പ്രോത്സാഹനമായി തീരാറുള്ളത് ഈ ദൈവത്തിങ്കിലേക്കുള്ള കണ്ണുകളുടെ ദൃഷ്ടി ഉറപ്പിക്കലാണ്. എപ്പോഴും ദൈവത്തിലേക്ക്, ദേവാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ ഈ മകൾ പറയുക, ബലി അർപ്പിച്ചു കഴിഞ്ഞ് എല്ലാവരും പോയാലും അപ്പച്ചന് ഒറ്റ ഇരിപ്പാണ്. കർത്താവിലേക്ക് നോക്കി, സക്രാരിയിലേക്ക് നോക്കി ഒറ്റ ഇരിപ്പ് മണിക്കൂറുകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ കർത്താവിങ്കിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിൽ ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവിലേക്ക് മാത്രമായിരിക്കട്ടെ നമ്മുടെ കണ്ണുകൾ. വേറെ ഒന്നിലേക്കും നമ്മുടെ ശ്രദ്ധ പോകരുതേ. വേറെ കണ്ണിന് കൗതുകകരമായിട്ടുള്ളതൊക്കെ പലതും കാണും, പലതും നമ്മളെ കീഴടക്കാൻ സാധ്യതയുണ്ട്. പല വ്യക്തികൾ, നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ച് പോകുന്നവർ, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു നിൽക്കുന്നവരൊക്കെ കാണാൻ പിന്നെയും ആഗ്രഹമൊക്കെ വരാം. പക്ഷേ സഹോദര, സഹോദരി, ഈശോ ആയിരിക്കട്ടെ നിൻ്റെ കണ്ണുകൾക്ക് ആനന്ദമായി തീരേണ്ടത്. ഈശോയെ ആയിരിക്കട്ടെ നിൻ്റെ കണ്ണുകൾ ആദ്യം കാണേണ്ടത്. രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ കണ്ണുകൾ കാണാൻ കൊതിക്കേണ്ടത് ഈശോയുടെ മുഖമാണ്. നീ ദിവസം മുഴുവനും അധ്വാനിക്കുമ്പോൾ നിൻ്റെ കണ്ണുകൾ ആഗ്രഹിക്കേണ്ടത് നിൻ്റെ ഈശോയെ കാണാനാണ്. നിൻ്റെ ഈശോയുടെ മുഖം ഒരിക്കലും മായാതെ, മറയാതെ, മായ്ച്ചു കളയാൻ ആർക്കും പറ്റാത്ത രീതിയിൽ നിൻ്റെ മനസ്സിൽ ആ മുഖം പതിയട്ടെ. വെറോനിക്ക തൂവാലയിൽ ഈശോയുടെ മുഖം പതിപ്പിച്ചെടുത്തില്ലേ? അതുപോലെ ഈശോയുടെ മുഖം നിൻ്റെ മനസ്സിൽ നീ എന്നും പതിപ്പിച്ചു വയ്ക്ക്. എന്നും നിൻ്റെ മനസ്സിൽ ഈശോയുടെ മുഖം പതിപ്പിച്ചു വയ്ക്ക്. ഈശോ ആയിരിക്കട്ടെ നിൻ്റെ ശക്തിയും, ഈശോ ആയിരിക്കട്ടെ നിൻ്റെ നാഥനും നിൻ്റെ രക്ഷകനും. ഈശോ ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര അന്ധകാരം നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും നിൻ്റെ കണ്ണുകൾ ഇരുണ്ടു പോകുകയല്ല, കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുകയല്ല. നിൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനം കിടക്കുക പലപ്പോഴും നിൻ്റെ കാഴ്ചകളാണ്. നീ എന്ത് കാണുന്നുവോ അതനുസരിച്ചായിരിക്കും നിൻ്റെ പ്രവൃത്തികൾ. നീ ഏത് കാണാനാണോ എപ്പോഴും ആഗ്രഹിക്കുക അതനുസരിച്ചായിരിക്കും നിൻ്റെ ജീവിത രീതികൾ മുന്നോട്ട് പോവുക. യേശുവിനെ കാണാൻ, ആ മുഖം കണ്ട് കണ്ട് ആനന്ദമടയാൻ, ആ മുഖം പിന്നെയും കണ്ട് സംതൃപ്തരാകാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റൊന്നിലേക്കും കണ്ണുകൾ ഉടക്കി പോകാൻ ഇടയാക്കരുതേന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ചിലപ്പോഴൊക്കെ ചില സഹോദരങ്ങൾ വന്നിട്ട് പറയും, സിസ്റ്ററെ പഠിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, ജോലിയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നില്ല, കണ്ണുകൾ വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക, ആവശ്യമില്ലാത്ത ചില കാഴ്ചകൾ കണ്ട് നെഗറ്റീവ് ഫിലിംസൊക്കെ കണ്ട് കണ്ണുകളുടെ പരിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കണം. കർത്താവേ, ഈ കണ്ണുകൾ എപ്പോഴും അനേകരെ രക്ഷയിലേക്ക് നയിക്കേണ്ടതാണ്. ഈ കണ്ണുകൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നെ കാണേണ്ടതാണ്. ഈ കണ്ണുകൾ എപ്പോഴും അനേകരെ രക്ഷയിലേക്ക് നയിക്കുകയും നിന്നെ കാണാനിടയാക്കുകയും ചെയ്യേണ്ട ഈ കണ്ണുകൾ, കണ്ണുനീരൊപ്പേണ്ട ഈ കണ്ണുകൾ, കർത്താവേ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും കർത്താവിനെ കണ്ടും വേദനിക്കുന്നവരുടെ കണ്ണുനീര് തുടച്ചും അവരെ രക്ഷയിലേക്ക് നയിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള വലിയ ശക്തി നമുക്ക് കർത്താവിനോട് ചോദിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏതെങ്കിലുമൊക്കെ അശുദ്ധി എൻ്റെ കണ്ണുകളിൽ വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് കാണാൻ ഒരാഗ്രഹം മനസ്സിൽ വരികയും ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ച് പരിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, തിരുരക്തം എൻ്റെ കണ്ണുകളിലേക്ക് ഒഴുക്കി എൻ്റെ കണ്ണുകളെ വീണ്ടും പരിശുദ്ധമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കണ്ണുകളുടെ കാഴ്ചശക്തി അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കണ്ണുകളെ കഴുകി തുടച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാണേണ്ടത് മാത്രം കാണാൻ അങ്ങനെ എനിക്ക് ഭാഗ്യം തരണം. അങ്ങയുടെ മുഖം പ്രഭാതത്തിൽ തന്നെ കാണാൻ, ദിവസം മുഴുവനും നിൻ്റെ മുഖം മാത്രം മനസ്സിൽ സൂക്ഷിക്കാൻ എനിക്ക് അനുഗ്രഹം തരണം ഈശോയെ. അതിനുള്ള അവസരം തരണം ഈശോയെ. അങ്ങൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, യേശുവിനെ ഹൃദയത്തിലും ജീവിതം മുഴുവനിലും കൊണ്ടു നടന്ന പരിശുദ്ധ അമ്മേ, ഈശോയെ സ്നേഹിക്കാൻ, ഈശോയുടെ രൂപം മാത്രം മനസ്സിൽ സൂക്ഷിക്കാൻ അമ്മ എന്നെ സഹായിക്കണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.